നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ചെറിയ ആട്ടിൻകൂട്ടം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 32 മുതൽ 34 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടരുത്. നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുപ്പീൻ. കള്ളൻ അടുക്കുകയോ പുഴു കെടുക്കുകയോ ചെയ്യാത്ത സ്വർഗത്തിൽ പഴകിപ്പോകാത്ത മടിശീലകളും തീർന്നു പോകാത്ത നിക്ഷേപവും നിങ്ങൾക്കുണ്ടാക്കിക്കൊള്ളുവീൻ. നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. കർത്താവായ യേശുക്രിസ്തു സഭയെക്കുറിച്ച് പറഞ്ഞൊരു വിശേഷണമാണ് ചെറിയ ആട്ടിൻകൂട്ടം. രണ്ട് നിലയിൽ അതിന് അർത്ഥമുണ്ട്. ഒന്ന്, അദൃശ്യമായ സഭ. അത് ലോകത്തിലെ മൈനോറിറ്റി ആയിരിക്കും. അതായത് സകല രാജ്യത്തുമുള്ള യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവമക്കളായി തീർന്നിട്ടുള്ള ആളുകൾ, ഇതുവരെ ജനിച്ച് ജീവിച്ച് മരിച്ചവരും ഇന്ന് യേശുവിനെ കൈക്കൊണ്ട് ജീവിക്കുന്നവരും നാളെ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെടാൻ പോകുന്ന ആളുകളും എല്ലാം കൂടെ ചേർന്നാൽ മറ്റുള്ളവരുടെ ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും ചെറിയ കൂട്ടമായിരിക്കും. നമുക്കറിയാം, നോഹയുടെ കാലത്ത് ജലപ്രളയം നിമിത്തം ജനത്തെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചപ്പോൾ നോഹയോടൊരു പെട്ടകം ഒരുക്കാൻ പറഞ്ഞു. നോഹ പെട്ടകം ഒരുക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു. പക്ഷെ ആരും, നോഹയുടെ അപ്പനോ വല്യപ്പനോ ഉൾപ്പെടെ, അവരൊക്കെ വളരെ വർഷങ്ങൾ ഈ പ്രസംഗം കേട്ടവരാണ്. പക്ഷേ അപ്പനോ വല്യപ്പനോ ഈ പെട്ടകത്തിൽ കയറാൻ താല്പര്യപ്പെട്ടില്ല. നോഹയുടെ ഭാര്യയും 3 മക്കളും അവരുടെ ഭാര്യമാരും, അങ്ങനെ 8 പേർ മാത്രമാണ് ആ പെട്ടകത്തിൽ കയറാൻ ഇടയായത്. ബാക്കി ആളുകളെല്ലാം ആ ജലപ്രളയത്താൽ വെള്ളം കുടിച്ച് ചത്തുമലക്കുവാൻ ഇടയായിട്ട്. അത്രയായിരുന്നു അവരുടെ പാപം. ദൈവം കൊടുത്ത നന്മകൾ അതൊക്കെ അവർക്ക് വേണം, പക്ഷേ ദൈവത്തെ വേണ്ട, ദാതാവിനെ വേണ്ട, ദാനങ്ങളെ വേണം. ഈ കാലത്തും അങ്ങനെയാണ്, നോഹയുടെ കാലത്ത് പോലെ തന്നെയാണ്. ദൈവത്തിൻ്റെ സകല നന്മകളും അവർക്ക് വേണം. വായു വേണം, വെള്ളം വേണം, വെളിച്ചം വേണം, ദൈവം നൽകുന്ന ഭക്ഷണങ്ങൾ അത് വേണം. ദൈവമല്ലേ കാലാവസ്ഥ തരുന്നത്, ദൈവമല്ലേ ഭക്ഷണം വിളയിച്ച് തരുന്നത്, ദൈവമല്ലേ മഴ തരുന്നത്, അതെല്ലാം വേണം. പക്ഷേ ദൈവത്തെ വേണ്ട. ദൈവമല്ലേ ബുദ്ധി തരുന്നത്. എത്രയോ കുട്ടികൾ മന്ദബുദ്ധികളായി ഓട്ടിസം ബാധിച്ച് ജനിക്കുന്നു. എത്രയോ പേര് കുരുടരായി ചെകിടരായി, എത്രയോ പേര് വികലാംഗരായി നടക്കാൻ നിവൃത്തിയില്ലാതെ ജനിക്കുന്നു. എത്രയോ പേര് രോഗികളായിട്ട് ആശുപത്രിയിൽ കഷ്ടപ്പെടുന്നു. അതൊന്നും മനുഷ്യൻ ഓർക്കുന്നില്ല. ദൈവം തന്നിട്ടുള്ള ആ ദാനങ്ങളെ അതിലവർ എന്തു ചെയ്യുകയാണ്? കുറ്റം കൊള്ളുകയും അതുകൊണ്ട് ദൈവത്തെ നിന്ദിക്കുകയുമാണ്. ദൈവം തന്ന നാവ് കൊണ്ട്, ദൈവം തന്ന ബുദ്ധി കൊണ്ട്, ദൈവം തന്ന എഴുതാനുള്ള കഴിവ് കൊണ്ട്, ദൈവം തന്ന പ്രസംഗിക്കാനോ പറയാനോ ഉള്ള കഴിവ് കൊണ്ട് അതെല്ലാം ദൈവത്തിനെതിരായിട്ട് മനുഷ്യൻ വിനിയോഗിച്ചുകൊണ്ടിരിക്കുക. മദ്യപിക്കരുത് എന്ന് വേദപുസ്തകത്തിൽ വ്യക്തമായി പറയുന്നു. നിങ്ങളുടെ സുബോധം കളയരുത്. പക്ഷെ ആളുകൾക്ക് മദ്യമാണ് താല്പര്യം. തങ്ങളുടെ സുബോധത്തെ മയക്കുമരുന്നുമൊക്കെ കഴിച്ച് അത് കളയുക എന്നുള്ളത് അവർക്കൊരു ഹരമാണ്. അവർക്ക് അതിൽ ഊറ്റം കൊള്ളുകയാണ്, അവർ അതിൽ അഭിമാനിക്കുകയാണ്. അതുപോലെ വിഗ്രഹത്തെ ആരാധിക്കരുത്. നിങ്ങൾ കല്ലുകൊണ്ടോ മരം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ലോഹം കൊണ്ടോ ഉണ്ടാക്കിയ ഒന്നല്ല ദൈവം. ദൈവം അദൃശ്യനാണ്, സൃഷ്ടാവാണ്. ദൈവം സർവശക്തനും സർവജ്ഞാനിയും സർവ്വവ്യാപിയുമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് വിശ്വാസമല്ല. അത്യുന്നതൻ കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല എന്നാണ് വേദപുസ്തകം പറയുന്നത്. പിന്നെ ക്രൈസ്തവ കൂടത്തിൽ ചില ആളുകൾ പറയുന്നത് കർത്താവ് ഒരിക്കൽ മനുഷ്യനായി കുരിശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. എന്നാൽ ഇപ്പോൾ യേശു ജീവിക്കുന്നത് സ്വർഗത്തിലല്ല, മറിച്ച് പള്ളിക്കകത്ത്, അതായത് ഗോതമ്പപ്പത്തിലാണെന്നാണ്. അത് കൈപ്പണിയാണ്. ചിലപ്പോൾ മെഷീനിലുണ്ടാക്കിയായിരിക്കും, കൈ കൊണ്ടല്ലല്ലോ ഇപ്പോൾ ഉണ്ടാക്കുന്നത്.
അത്യുന്നതൻ കൈപ്പണിയായതിൽ വാസം ചെയ്യുന്നില്ല എന്ന് വ്യക്തമായി ബൈബിൾ പറഞ്ഞിരിക്കെ ഇവർ പഠിപ്പിക്കുന്നത് അതിനകത്ത് യേശു ഉണ്ടെന്നാണ്, അല്ലെങ്കിൽ അത് യേശുവായിട്ട് മാറുമെന്നാണ്. എന്തോരം അബദ്ധങ്ങളാണ്! ഇടയ്ക്കിടയ്ക്ക് അബദ്ധങ്ങൾ അവർ തിരുത്തുന്നുണ്ട്. യേശു അദൃശ്യനായി ജീവിക്കുന്ന ദൈവമാണ്. ഞാനോ ലോകാവസാനത്തോ എല്ലാ നാളും നിങ്ങളോട് കൂടി ഉണ്ട്, 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യത്തിൽ ഞാനുണ്ട് എന്ന് യേശു പറഞ്ഞത് ഇവർ വായിക്കാറില്ല. അതൊക്കെ അവർ അവഗണിക്കുകയാണ്. ഏതോ മനുഷ്യർ ഒരിക്കൽ പറഞ്ഞ ഒരു അബദ്ധം അതിനെ ചുവന്നുകൊണ്ട് നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ യേശു പറയുകയാണ്, ഏത് കാലത്തും സത്യം കേൾക്കാൻ, സത്യം വിശ്വസിക്കാൻ, സത്യത്തിനോട് അനുകൂലമായി പ്രതികരിക്കാൻ, സത്യത്തിൻ്റെ സാക്ഷികളാകാൻ, സത്യത്തിനു വേണ്ടി കഴുത്ത് നീട്ടിക്കൊടുക്കുവാൻ ചുരുക്കം ആളുകളെ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് യേശു പറയുകയാണ്. ചെറിയ ആട്ടിൻകൂട്ടമേ, സാധാരണ ഒരു ആട്ടിൻകൂട്ടത്തിൽ 100 ആടുകളാണ് ഉണ്ടായിരിക്കുക. ഒരിടയന് 100 ആടുകളെയാണ് പരിപാലിക്കാൻ കഴിയുക. അതിൻ്റെ കാരണം ഈ ആടിൻ്റെയൊക്കെ പേര് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിഞ്ഞിരിക്കണം. ആടിനെ പേർ ചൊല്ലി വിളിക്കുമ്പോൾ ആടുകൾ വരും. അങ്ങനെയാണ് പലസ്തീനിലെ ആട്ടിടയന്മാരുടെ രീതി. അതുകൊണ്ട് ഓരോ ഇൻഡിവിജ്വലിനും അല്ലെങ്കിൽ ഓരോ ആടിനും വ്യക്തിപരമായ അല്ലെങ്കിൽ അതായത് ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു കെയർ കൊടുക്കണമെങ്കിൽ 100 ആടിൽ കൂടുതൽ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞിട്ടുള്ള ഒരുത്തന്നെ 100 ആടുണ്ടെന്ന് ഇരിക്കട്ടെ ഒന്ന് കാണാതെ. അപ്പം അത് സാധാരണ അങ്ങനെയാണ്. പിന്നെ പല ഇടയന്മാർ ചേർന്ന് അതിനേക്കാളൊക്കെ അധികം ഗ്രൂപ്പായിട്ട് ആടുകൾ ഒരു പക്ഷേ പർവ്വതങ്ങളിൽ 1000 ആയിട്ടുണ്ടായിരിക്കാം. പക്ഷേ അത് ഇടയന്മാർ കൂടുതലാണ്. എന്നാൽ ഒരു ഇടയന് പൊതുവെ 100 ആടുകളാണ്. പക്ഷെ എന്നാൽ പന്നിയുടെ കാര്യം അങ്ങനെയല്ല. നമ്മൾ വായിക്കുന്നുണ്ട് 2000 പന്നികൾ ഗദർ ദേശത്ത് മേഞ്ഞുകൊണ്ടിരുന്നു എന്ന്. അത് കടലിലേക്ക് പോയി നശിക്കാനുള്ളതാണ്. അത് അശുദ്ധ ജീവിയാണ്. എന്നാൽ വിശുദ്ധ ജീവിയായ ആടിന് 100 ചെറിയ കൂട്ടം. ഇതൊരു താരതമ്യത്തിന് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഏത് കാലത്തും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ദൈവത്തിൻ്റെ ആടുകളായിട്ട് മാറുന്ന ഇടയനായ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അനുഗമിക്കുന്ന ആടുകളുടെ കൂട്ടം എന്നും ചെറിയതായിരിക്കും. യേശു പറയുകയാണ്, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്, പിതാവ് നിങ്ങൾക്ക് രാജ്യം തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇന്ന് ദൈവം മനുഷ്യനായി തന്ന യേശുവിൻ്റെ ശബ്ദം കേട്ട് യേശുവിൻ്റെ ആഹ്വാനം അനുസരിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ ദൈവമക്കളാകും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആടുകളാകും, ദൈവ ഇടയനായിട്ട് മാറും. നാളെ ഈ ലോകത്തിൽ ദൈവരാജ്യം സ്ഥാപിക്കുമ്പോൾ അവർക്ക് അവിടെ അധികാരവും അവകാശവും പദവിയും ഉണ്ടായിരിക്കും. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നിന്റെ രാജ്യം വരണമേ എന്നാണല്ലോ ഉള്ളത്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നല്ലേ യേശു ആദ്യം പറഞ്ഞത്. അപ്പോസ്തലന്മാരൊക്കെ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമാണ് പ്രസംഗിച്ചത്. അപ്പോസ്തലപ്രവൃത്തി അവസാനത്തെ വാക്യം, അതായത് പൗലൂസ് ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് ജീവിച്ചു എന്നാണ്. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിൽ ഞാൻ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നു, നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദൈവമക്കളുടെ പ്രത്യാശ ദൈവം സ്ഥാപിക്കാൻ പോകുന്ന ദൈവരാജ്യമാണ്. അന്നത്തെ സ്ഥിതി എന്ന് പറയുന്നത് ദൈവമക്കൾക്ക് തേജസ്കരണം ഉണ്ടാകും. മാത്രമല്ല ഈ ഭൂമിക്ക് ശാപമോക്ഷം ഉണ്ടാകും. ആദാമിൻ്റെ പാപം നിമിത്തമാണ് ഭൂമി ശപിക്കപ്പെട്ടത്, മൃഗങ്ങൾ ശപിക്കപ്പെട്ടത്. എന്നാൽ അന്ന് ദുഷ്ടജന്തുക്കളൊന്നും ഉണ്ടായിരിക്കുകയില്ല. ചെന്നായും കുഞ്ഞാടും പുള്ളിപ്പുലിയും സർപ്പവും മനുഷ്യശിശുവും ഒക്കെ ഒരുമിച്ച് മേയാനിടയാകും. നല്ല വിളവുണ്ടാകും. യാതൊരു കൃമികീടങ്ങളും അല്ലെങ്കിൽ യാതൊരു വിഷാംശവും ഒന്നും ഉണ്ടായിരിക്കുകയില്ല. സൂര്യൻ്റെ ഉപദ്രവമോ ചന്ദ്രൻ്റെ ഉപദ്രവമോ ഉണ്ടായിരിക്കുകയില്ല. വളരെ യുദ്ധമില്ലാത്ത, ക്ഷാമമില്ലാത്ത, രോഗമില്ലാത്ത ദൈവരാജ്യം നമ്മുടെ കർത്താവ് സ്ഥാപിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ നഷ്ടമാകുന്നതിനെ കുറിച്ചൊന്നും നിങ്ങൾ വിചാരപ്പെടേണ്ട. എല്ലാം നിങ്ങൾക്ക് അനേകം മടങ്ങായിട്ട് തിരികെ ലഭിക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് സ്വർഗത്തിൽ നിക്ഷേപം ശേഖരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്ന് ആണ് യേശു പറയുന്നത്. ഇവിടെ നമുക്ക് അംഗസംഖ്യ കുറവാണ് എന്നുള്ളതോ ഇവിടെ നമുക്ക് ആസ്തി കുറവാണ് എന്നുള്ളതോ ഒന്നും വിഷയമല്ല. ദൈവരാജ്യത്തിൽ
നമ്മുടെ ആ ദുഃഖങ്ങളൊക്കെ മറക്കാൻ ഇടയായിത്തീരും. അന്ന് നിത്യാനന്ദം അനുഭവിക്കാൻ നമുക്കിടയാകും. വലിയ പദവിയോടുകൂടെ നമുക്ക് ദൈവരാജ്യത്തിൽ യേശുവിനോടൊപ്പം ജീവിപ്പാനായിട്ട് സാധിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.